ഇന്ന് രാവിലെ മുതൽ നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ചാനലിൽ കൊല്ലം ജില്ലാ യുവമോർച്ചയുടെ അധ്യക്ഷൻ അഖില് തുണ്ടിൽ നൗഷാദിനെ സഹായിച്ചു എന്ന തരത്തിലൊരു വാർത്ത വരുന്നുണ്ട്. അത് നിങ്ങൾ തിരക്കേണ്ട കാര്യമാണ്. അഖിൽ ഈ പറയപ്പെടുന്ന അഖിൽ 14-ാം വാർഡിലെ സ്ഥാനാർത്ഥിയാണ്. 14-ാം വാർഡിലെ സ്ഥാനാർത്ഥി എന്നെ എങ്ങനെയാണ് സഹായിക്കുക? ഞാൻ 19-ാം വാർഡിൽ നിന്ന് മത്സരിച്ച ആളാണ്. 19-ാം വാർഡിൽ മത്സരിച്ചപ്പോൾ ബി ജെ പിയുടെ വോട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ടല്ലോ. ബി ജെ പിയുടെ വളരെ വ്യക്തമായിട്ടുള്ള അവർ പ്രതീക്ഷിച്ച വോട്ട് കിട്ടിയിട്ടുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ തുണ്ടിൽ നൗഷാദ് ഈ കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ശാസ്താംകോട്ട പഞ്ചായത്തിൽ പള്ളിശ്ശേരിക്കൽ ഈസ്റ്റ് 19-ാം വാർഡിൽ നിന്നും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും ഒരു വിജയം നേടുകയും ചെയ്ത ആളാണ്. സത്യത്തിൽ നിങ്ങൾ തേടി വരുമ്പോൾ ഈ വിജയത്തിന് ശേഷമുണ്ടായ ചില കോലാഹലങ്ങൾ ഇങ്ങനെ അന്തരീക്ഷത്തിൽ നടക്കുന്നതായി എൻ്റെ സുഹൃത്തുക്കൾ പലരും ശ്രദ്ധയപ്പെടുത്തി. ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്തിൽ LDFന് മിന്നുന്ന വിജയം ഉറപ്പിച്ച ആദ്യത്തെ 2-3 സീറ്റുകൾ ഒരു സീറ്റായിരുന്നു പള്ളിശ്ശേരിയിൽ ഈസ്റ്റ്. അവിടെ ആദ്യ കാലഘട്ടത്തിൽ പാർട്ടിയുടെ ഒരു സ്ഥാനാർത്ഥിയാകാൻ ആഗ്രഹിച്ച ഒരാളല്ല ഞാൻ. എന്നാൽ പ്രാദേശികമായി പാർട്ടി നേതൃത്വം എന്നോട് ആവശ്യപ്പെടുകയും ആ ആവശ്യപ്രകാരം വാർഡ് കോൺഗ്രസ് കമ്മിറ്റി തീരുമാനിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാനിവിടെ മത്സരിക്കാൻ പോകുന്നത്. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പ്രചരിക്കുന്ന ഒരു ഫോൺ സംഭാഷണം, അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? സോഷ്യൽ മീഡിയയിലെ ഒരു സംഭാഷണം എന്ന് പറയപ്പെടുന്നത് ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു സംഭാഷണം. അവിടെ ഞാൻ ജയത്തിലേക്ക് അടുക്കുന്ന സമയത്ത് ഈ പാർട്ടി തന്നെയുള്ള ഒരു വ്യക്തി, ഇത് വ്യക്തിപരമായി എന്നോടും അകൽച്ചയുള്ള എന്നാൽ പഴയ ഒരു കാലഘട്ടത്തിൽ ഞാനുമായി ഏറെ അടുപ്പമുണ്ടായിരുന്ന സാമ്പത്തിക കാര്യങ്ങളിലടക്കം ചില വിഷയങ്ങൾ നിലനിൽക്കുന്ന വ്യക്തി എനിക്കെതിരെ വളരെ പ്രചണ്ഡമായ പ്രചരണം നടത്തുകയും പാർട്ടിയുടെ മുഖ്യധാരയിൽ നിൽക്കുന്ന ചില പാർട്ടി പ്രവർത്തകരെ സ്വാധീനിക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ടായ സാഹചര്യം ഉണ്ടായി. ഞാൻ ജയിച്ചു കഴിഞ്ഞപ്പോൾ അത് തെറ്റായി പോയെന്നുള്ള കുറ്റബോധമാകാം അദ്ദേഹം ഞങ്ങളുടെ പല പാർട്ടി പ്രവർത്തകരെയും വിളിച്ച് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അതിനകത്ത് പാർട്ടിയുടെ മുഖ്യധാരയിൽ നിൽക്കുന്ന ഇതിന് ചുക്കാൻ പിടിച്ച ബിജുശേഖരപിള്ള എന്ന് പറയപ്പെടുന്ന ഞങ്ങളുടെ പാർട്ടിക്കാരൻ വളരെ ആത്മാർത്ഥമായി മുന്നിൽ നിന്ന് അദ്ദേഹം ആ കാര്യങ്ങൾ അദ്ദേഹത്തോട് സംവദിക്കുന്ന ഒരു സംഭാഷണവും കേട്ടു. പിന്നെ കോൺഗ്രസ്സുകാരൻ എന്നുള്ള തരത്തിൽ ഈ പാർട്ടിയുമായിട്ട് അത്ര വലിയ ബന്ധങ്ങളൊന്നുമില്ലാത്ത ഏതോ അതായത് മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരമാണെന്ന് തോന്നുന്നു ഒരു സംഭാഷണം കൂടി ഈ വെളിയിൽ വരുന്ന കാര്യങ്ങളുണ്ട്. അതൊന്നും പാർട്ടിക്ക് യാതൊരു ഉത്തരവാദിത്വമുള്ള കാര്യമല്ല. പക്ഷേ ഇത് അദ്ദേഹത്തിൻ്റെ എനിക്കെതിരെയുള്ള പ്രവർത്തനങ്ങൾ അത് ജാള്യത മറയ്ക്കാൻ വേണ്ടിയിട്ട് പ്രയോഗിച്ചപ്പോൾ അതിനെതിരെ പ്രതികരിച്ചിട്ടുള്ളത് അത് ആ പ്രവർത്തകന്റെ ആ നേതാവിൻ്റെ ആത്മാർത്ഥതയാണ് ഞാൻ കാണുന്നത്. വോട്ടുകൾ ഈ പറഞ്ഞതുപോലെ പാർട്ടി വോട്ട് മാത്രമല്ല, ആ വാർഡിലെ എല്ലാ ജനവിഭാഗങ്ങളുടെ വോട്ടുകൾ കിട്ടിയിട്ടുണ്ട്. പാർട്ടി ഉള്ളവന്റെയും പാർട്ടി ഇല്ലാത്തവന്റെയും ഇടതുപക്ഷ വോട്ടുകൾ പോലും വളരെ കാര്യമായി പറയുന്ന ഇടതുപക്ഷ CPIയുടെ വോട്ടുകൾ പോലും എനിക്ക് കിട്ടിയിട്ടുണ്ടാകാം. അത് ആരുടേതാണ് എന്ന് നമുക്ക് പറയാൻ പ്രീതി ചെയ്യാൻ പറ്റത്തില്ലല്ലോ, രഹസ്യ വോട്ടല്ലേ കിട്ടിയിട്ടുണ്ടാകാം. അല്ലാതെ ഞാൻ ജയിക്കുന്നത് എങ്ങനെയാണ്? ഞാൻ 100ഓളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കണമെന്നുണ്ട് എങ്കിൽ തീർച്ചയായും അവിടുത്തെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ അടക്കം മറ്റു രാഷ്ട്രീയ പാർട്ടികളുടെ അടക്കം വോട്ടുകൾ ലഭിച്ചിട്ടുണ്ടാകാം. അത് സർവാത്മക ഞാൻ സ്വാഗതം ചെയ്യുന്നു. പാർട്ടിയുള്ളവനും ഇല്ലാത്തവനും എല്ലാം വോട്ട് ചെയ്യാമല്ലോ. തീർച്ചയായും എൻ്റെ ഒരു സ്വീകാര്യതയാണ് കാണുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കുന്നത്, അപ്പോൾ BJPയുടെ ആരുടെയെങ്കിലും വോട്ട് കിട്ടിയിട്ട് BJPയുടെ വോട്ട് എനിക്ക് കുറയ്ക്കാൻ സാധിച്ചില്ലേ? ഇടതുപക്ഷത്തിന്റെ വോട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇടതുപക്ഷത്തിന്റെ വോട്ട് എനിക്ക് കുറയ്ക്കാൻ സാധിച്ചിട്ടില്ലേ? അത് എൻ്റെ സ്വീകാര്യതയാണ്. എൻ്റെ സ്വീകാര്യത എന്ന് പറയുമ്പോൾ ഈ പാർട്ടി ഈ ജനങ്ങൾ എന്നെ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് പോയതിന്റെ ഭാഗമായിട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അല്ലാതെ ബാക്കിയുള്ള കാര്യങ്ങൾ മുഖ്യധാര രാഷ്ട്രീയ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും അതുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത യാതൊരു അർത്ഥവുമില്ലാത്ത കമന്റുകളാണ്. ശാസ്താംകോട്ട പഞ്ചായത്തിൽ കോൺഗ്രസിന് വേണ്ടത്ര ശോഭിക്കാൻ സാധിച്ചു? വേണ്ടത്ര പ്രതീക്ഷ രീതിയിൽ ശോഭിക്കാൻ സാധിച്ചില്ല എന്ന് വസ്തുതയാണ്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 50 തൊട്ടി താഴെയാണ് 4 സീറ്റ് പരാജയപ്പെട്ടത്. 50 തൊട്ടി താഴെയാണ് 4 സീറ്റ്. ഭാഗ്യം എന്ന് പറയുന്ന ഒരൊറ്റ കാരണത്താലാണ് LDF അധികാരത്തിലേക്ക് വന്നത്. ശാസ്താംകോട്ട പഞ്ചായത്തിലെ ടോട്ടൽ മാർജിൻ നോക്കുമ്പോൾ LDFനെക്കാട്ടും ബഹുദൂരം മുന്നിലാണ് ടോട്ടൽ വോട്ടിന്റെ കാര്യത്തിൽ കോൺഗ്രസ്. അപ്പോൾ കോൺഗ്രസിന് അധികാരത്തിൽ വരാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അത് ഈ പറയപ്പെട്ട എന്താണെന്ന് അത് പാർട്ടി പരിശോധിക്കട്ടെ. സ്വാഭാവികമായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 50 തൊട്ടി താഴെ, കേവലം 50 തൊട്ടി താഴെയാണ് 4 സീറ്റ് പരാജയപ്പെട്ടത്. ഈ കുന്നത്തൂർ താലൂക്കിലെ മിക്ക പഞ്ചായത്തുകളിലും കോൺഗ്രസിലെ പടലപ്പിണക്കങ്ങളാണ് പല പഞ്ചായത്തുകളും നഷ്ടപ്പെട്ടു പോയി എന്ന് പറയുന്നു. അത് പാർട്ടി പരിശോധിക്കേണ്ടതാണ്. അതിനെപ്പറ്റി ഞാൻ ഒരു സ്ഥാനാർത്ഥി എന്നുള്ള തരത്തിലേക്ക് മറ്റു മേഖലയിലേക്ക് കടക്കാനോ ശ്രദ്ധിക്കാനോ സാധിച്ചില്ല എന്നുള്ളൊരു വസ്തുതയാണ്. അത് പാർട്ടി പരിശോധിക്കും. പ്രധാനപ്പെട്ട എല്ലാ നേതാക്കന്മാരും മത്സരത്തിന് നിന്നതിന്റെ പേരിൽ പലയിടത്തും ശ്രദ്ധിക്കാൻ പറ്റാതെ പോയതാണെന്നുള്ള ഒരു അഭിപ്രായം. അത് തെറ്റാണ്. പാർട്ടിയിലെ നേതാക്കന്മാരാണല്ലോ മത്സരിക്കേണ്ടത്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ്, KPC പ്രസിഡന്റ്, DC പ്രസിഡന്റുമാരെല്ലാം മത്സരിക്കുന്നുണ്ട്. അതുപോലെ ബ്ലോക്ക് പ്രസിഡന്റുമാരും മണ്ഡലം പ്രസിഡന്റുമാരൊക്കെ മത്സരിക്കും. ഈ പാർട്ടിയുടെ മുഖ്യധാര ധാരയിലേക്ക് വരുന്നവർ ജനകീയ ജനാധിപത്യ ക്രമത്തിലെ ഭാഗമാകാനാണല്ലോ സംഘടനാ പ്രവർത്തനം നടത്തുന്നത്. പകരം പാർട്ടി അതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് DC സെക്രട്ടറിമാരുള്ള നിയോജക മണ്ഡലമാണ്. അതുപോലെ പാർട്ടി അതിന് ചുമതല കൊടുത്തിട്ടുണ്ട്. ബ്ലോക്ക് പ്രസിഡന്റ് ചുമതലകളായാലും മണ്ഡലം പ്രസിഡന്റ് ചുമതലകളായാലും ഈ പാർട്ടിയിൽ കുന്നത്തൂർ താലൂക്കിനെ സംബന്ധിച്ചിടത്തോളം MLA ഇല്ല എങ്കിലും വളരെ സഫീഷ്യൻ്റായ കഴിവുള്ള നേതൃത്വം വരെയുള്ള മേഖലയാണ്. അവർക്കൊക്കെ ചുമതല കൊടുത്തിട്ടുണ്ട്. ചുമതല കൊടുത്ത് തന്നെയാണ് ഇത് നേരിട്ടത്.
ഈ വിമതശല്യം ഉണ്ടായിരുന്നു. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വിമതശല്യം ഈ മുൻകാലങ്ങളിൽ ഉള്ളതുപോലെ ഇല്ലായിരുന്നു. എന്നാൽ ചില ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ ഉണ്ടാകാം, അതും നോക്കേണ്ടതാണ്. കോൺഗ്രസിൽ 46 വർഷം കൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ശാന്തകുമാരി മൈനാഗപ്പള്ളിയിൽ നിന്ന് സ്വതന്ത്രയായി 306 തീർച്ചയായും അതാ അല്ല ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. ഈ കുറി KPCCയുടെ നിർദ്ദേശം അതാണ് കേരളത്തിൽ ഇത്ര മികച്ച വിജയം ഉണ്ടാകാൻ കാരണം. KPCC പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, സ്ഥാനാർത്ഥികളുടെ മേളിൽ നിന്ന് കെട്ടിയിറക്കണ്ട, അതായത് വാർഡ് കമ്മിറ്റി തീരുമാനിക്കട്ടെ. വാർഡ് കമ്മിറ്റി തീരുമാനിച്ച് സ്ഥാനാർത്ഥികളെ കൊണ്ടുപോകണം എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ വാർഡിൽ നിന്നും ഐക്യകണ്ഠേന ഒരു പേര് വന്നിട്ടുണ്ട് എങ്കിൽ അതിന് നേതൃത്വം ഇടപെടാൻ പറ്റില്ല. അത് അംഗീകരിച്ചു കൊടുക്കുക എന്നുള്ള അപ്പുറത്തേക്ക് വേറെ കാര്യങ്ങളില്ല. അതേസമയത്ത് ഒന്നിലധികം പേരുകൾ വന്നാൽ സ്വാഭാവികമായിട്ടും വാർഡ് കമ്മിറ്റിയിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ, പാനൽ വന്നു കഴിഞ്ഞാൽ പാർട്ടി അതിനകത്തൊരു ചർച്ച നടത്തുക എന്നുള്ളതാണ്. പാർട്ടിക്ക് വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ പരിശോധിക്കും. കേരളത്തിൽ കോൺഗ്രസ് നില മെച്ചപ്പെടുത്തിയെങ്കിലും കുന്നത്തൂർ താലൂക്കിൽ മാത്രം എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? അത് പരിശോധിക്കപ്പെടേണ്ട കാര്യമാണ്. ജില്ലാ പഞ്ചായത്തുകളിൽ വേണ്ടത്ര ശോഭിക്കാൻ പറ്റില്ല, വോട്ട് വല്ലാതെ കുറയുകയും ചെയ്തു. അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഞാൻ ഒരു വാർഡിലെ സ്ഥാനാർത്ഥിയായതിന്റെ പേരിൽ, പ്രത്യേകിച്ച് ഇടതുപക്ഷ വാർഡിൽ മത്സരിച്ചതിന്റെ പേരിൽ കൂടുതൽ സമയം അവിടെ ഈ ശ്രദ്ധ കേന്ദ്രീകരിച്ച് വന്നിട്ടുണ്ട്. അതിനെപ്പറ്റിയൊക്കെ പാർട്ടി അന്വേഷണം നടത്തും. കോൺഗ്രസിലെ പ്രധാന നേതാക്കന്മാർ മത്സര രംഗത്തേക്ക് വന്നതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന്. കോൺഗ്രസിന്റെ നേതാക്കന്മാർ എല്ലാവരും മത്സരരംഗത്തില്ലല്ലോ. കോൺഗ്രസിന്റെ ഈ പറയപ്പെട്ട എത്രയോ വർഷത്തെ പഴക്കമുള്ള നേതാക്കന്മാർ വെളിയിലുണ്ടായിരുന്നു മത്സരിക്കാതെ. നിരവധിയായ നേതാക്കന്മാർ വെളിയിലുണ്ടായിരുന്നല്ലോ. മാറി നിന്ന് കുറ്റപ്പെടുത്തുന്നതിനോടൊപ്പം അവർ നമുക്ക് വലിയൊരു നേതൃത്വം നിര മത്സരിക്കാതെ വെളിയിലുണ്ടായിരുന്നു. അതിന്റെ പേരുകൾ വേണമെങ്കിൽ ഒരു പട്ടിക തന്നെ ഉണ്ട്, ഞാനത് പറയാം. അപ്പോൾ നേതൃത്വ നിര വെളിയിലുണ്ടായിരുന്നു. നേതൃത്വ നിര മത്സരിച്ചു എന്ന് പറയപ്പെടുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ KPCC മെമ്പർമാരുണ്ട്, മുൻ ബ്ലോക്ക് പ്രസിഡന്റുമാരുണ്ട്, DCC ജനറൽ സെക്രട്ടറിയുടെ വലിയൊരു പട വെളിയിൽ നിൽപ്പോൾ ഉണ്ടായിരുന്നു. ഇവർക്കൊക്കെ സഹകരിച്ചിട്ടുണ്ടല്ലോ. സ്വാഭാവികമായിട്ട് അപ്പോൾ ഈ ആരെങ്കിലും നേതാക്കന്മാർ 1-2 പേര് മത്സരിച്ചു അല്ലെങ്കിൽ 3-4 പേര് മത്സരിച്ചു എന്നുള്ളത് ഒരു പോരായ്മയായിട്ടൊന്നും കാണേണ്ട കാര്യമല്ല. നേതൃത്വം ആണല്ലോ മത്സരിക്കണ്ടേ. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഈ അടുത്തിരിക്കുന്ന സമയത്ത് പാർട്ടിക്കെതിരെ പ്രവർത്തിക്കുന്നവർക്കെതിരെ നടപടികൾ ഉണ്ടാവാൻ സാധ്യത ഉണ്ടാകണമല്ലോ. പാർട്ടിക്കെതിരെ പ്രവർത്തിക്കുന്നവർക്ക് നടപടി ഉണ്ടാവണം, അവർ ഒറ്റപ്പെടുത്തണം, അവർ മാറ്റി നിർത്തണം. പാർട്ടി കുന്നത്തൂരിനെ സംബന്ധിച്ചിടത്തോളം യാതൊരു മാറ്റമില്ല. നിങ്ങൾ പരിശോധിക്കപ്പെടുക. വളരെ മികച്ച വിജയത്തോടുകൂടി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഈ സിറ്റിംഗ് സീറ്റ് LDFന്റെ കയ്യിൽ നിന്ന് നമ്മൾ കോൺഗ്രസ് UDF തിരിച്ചു പിടിക്കുക തന്നെ ചെയ്യും. അതിന്റെ നിങ്ങൾ മൊത്തത്തിൽ നോക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോഴും നിങ്ങൾ പറയപ്പെടുമ്പോൾ ശൂരനാട് വടക്ക് പഞ്ചായത്ത്, ശൂരനാട് തെക്ക് പഞ്ചായത്ത്, പൗത്തർശനം പഞ്ചായത്ത്, കിഴക്കേകളുടെ പഞ്ചായത്ത്, 4 പഞ്ചായത്ത് കോൺഗ്രസിന് ഇപ്പോൾ ഈ പറയപ്പെട്ട ഈ വിഷയങ്ങൾക്കകത്ത് താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പരാജയമുണ്ട് എന്ന് പറയപ്പെടുമ്പോഴും കോൺഗ്രസിനാണ്. അതുപോലെ പടിഞ്ഞാറക്കല്ലടയിൽ ഒരു സീറ്റിനാണ് ഭരണം നഷ്ടപ്പെട്ടിരിക്കുന്നത്. മണ്ഡലത്തുരുത്തിലും അതൊക്കെ തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു മികച്ച വിജയം കോൺഗ്രസിനും, പ്രത്യേകിച്ച് ജനവിരുദ്ധ വികാരവും ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. അത് പാർട്ടി തീരുമാനിക്കേണ്ടതാണ്, UDF തീരുമാനിക്കേണ്ടത്. മത്സരിക്കാൻ തുടങ്ങിയ ആദ്യ കാലഘട്ടത്തിൽ ഒരു പ്രതീക്ഷയുമില്ലാതെയാണ് ഞാൻ പ്രവർത്തനത്തിന് തുടക്കം കുറിക്കുന്നത്. എന്നാൽ വാർഡിലേക്ക് ഇറങ്ങിയപ്പോൾ കഴിഞ്ഞ 15 വർഷക്കാലമായി 3 ടേമായി CPIക്ക് നേതൃത്വം കൊടുത്ത ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ളവർ നയിച്ച വാർഡും, അത് കുറച്ചു ഭാഗം മനക്കരയുടെ കഴിഞ്ഞ നിലവിലെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിരുന്ന സ്ഥാനാർത്ഥിയുടെ, എനിക്കെതിരെ മത്സരിച്ച സ്ഥാനാർത്ഥിയുടെയും വാർഡ് ചേർന്ന പുതിയൊരു വാർഡിലാണ് ഞാൻ മത്സരിച്ചത്. പക്ഷേ ആളുകളുടെ എന്നെ സ്വീകരിച്ച ഒരു നിലപാട് കണ്ടപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കാരണം ശാസ്താംകോട്ട പഞ്ചായത്തിന്റെ പടിഞ്ഞാറൻ മേഖലയിൽ ഇത്രയും അവികസിതമായി കിടക്കുന്ന ഒരു മേഖല, ഏറ്റവും കൂടുതൽ ലൈഫിന്റെ വീടുകളൊക്കെ കൊടുത്തു എന്ന് പറയപ്പെടുമ്പോഴും ഏറ്റവും കൂടുതൽ ആസ്പെറ്റോ സ്ട്രീറ്റുകളുള്ള പൊട്ടിപ്പൊളിഞ്ഞിട്ടുള്ള വീടുകൾ, മാനത്ത് മഴ കണ്ടാൽ വീട്ടിൽ വെള്ളം കയറുന്ന, വെള്ളം ഒഴുകിപ്പോകാൻ വേണ്ടത്ര സജ്ജമായ ഓടകളില്ലാത്ത മേഖല, ഈ കാലഘട്ടത്തിലും വഴികളില്ലാതെ ഒറ്റപ്പെട്ട ദളിത് കുടുംബങ്ങളടക്കമുള്ള കുടുംബങ്ങൾ, ഇങ്ങനെ നിരവധിയായ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായി. അവരെല്ലാവരും എന്നെ സ്വീകരിച്ചുകൊണ്ട് പറഞ്ഞത് ഇവിടെ ഒരു മാറ്റം ഉണ്ടാകണം, വളരെ കാതലായ ഒരു മാറ്റം ഉണ്ടാകണം. അവിടെ യുവജനങ്ങൾക്ക് പ്രശ്നമുണ്ട്. യുവജനങ്ങൾക്ക് ആ മേഖലയുമായി ബന്ധപ്പെട്ട് അവരുടെ ആക്ടിവിറ്റീസിന് ഒന്നും ഒരു ഗ്രന്ഥശാലയോ അല്ലെങ്കിൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബുകളോ അല്ലെങ്കിൽ ഈ മറ്റ് കളിക്കുവാനുള്ള സ്ഥലങ്ങളോ അത് സ്വകാര്യ മേഖലയിലായാലും അല്ലാതെയായാലും ഇല്ലാത്ത ഒരു മേഖല, അങ്ങനെ നിരവധിയായ പ്രശ്നങ്ങൾ ഉണ്ടായതിൻ്റെ പേരിലും കഴിഞ്ഞ പഞ്ചായത്തിന്റെ തുടർച്ചയായിട്ടുള്ള അവരോടുള്ള എതിർപ്പും കാരണമാണ് എനിക്ക് ജയിക്കാൻ സാധിച്ചിട്ടുള്ളത്.